ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈന് എങ്ങനെ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ വരക്കുന്ന രീതി കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ബിഗിനേഴ്സിന് പോലും എങ്ങനെ എളുപ്പത്തിൽ പാറ്റേൺ ക്ലോത്തിലോട്ട് വരച്ചെടുക്കുക എന്നുള്ളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പേപ്പറിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈന് വരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് പോർഷൻ മാത്രം നമ്മൾ വരച്ച് വെച്ചാൽ മതി. അത് മുഴുവനായിട്ട് നമ്മൾ ക്ലോത്തിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 കാർബൺ പേപ്പർ കൂടി വേണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് സെക്യൂർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 വശത്തായിട്ട് പിന്നു കൂടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്ലോത്തിൻ്റെ അളവൊക്കെ കൃത്യമാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ആ ഒരു വേസ്റ്റ് മേലെ കിടക്കുന്നത് ഒരു വേസ്റ്റ് പോർഷനാണ്. അത് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പം ഡിസൈൻ വർക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാമെന്നുള്ള രീതിക്ക് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഡിസൈൻ വരയ്ക്കുന്നതിന് മുന്നേ ഇതുപോലെ നെക്ക് പോർഷൻ എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ഒന്ന് അളവൊക്കെ കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതാ 2 കാർബൺ പേപ്പർ വേണം ഇതിനായിട്ട്. ഒന്ന് ഇതുപോലെ അടിവശത്തായിട്ട് വെച്ച് കൊടുക്കണം. കാർബൺ പേപ്പറിൻ്റെ അകംവശം പുറം വശം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ ഒരു സ്കെച്ച് വരുന്ന ഭാഗം ക്ലോത്തിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മേലേലും ഒന്ന് താഴെയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഒരു പേപ്പർ ഡിസൈൻ വരച്ചിട്ടുള്ള ആ ഒരു പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പിന്ന് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്ലോത്തിൻ്റെ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു വശമൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ 2 വശത്തായിട്ട് പിന്ന് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡിസൈൻ വരച്ചെടുക്കുന്ന സമയത്ത് ക്ലോത്തും പേപ്പറൊക്കെ ഒന്ന് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിന്ന് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. ഒരു പെന്നോ അല്ലെങ്കിൽ പെൻസിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുകളിലൂടെ ഒന്ന് കുറച്ചൊന്ന് പുഷ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അപ്പോഴേ നമുക്ക് അടിവശത്തും കൂടെ ആ ഒരു ഡിസൈൻ്റെ മാർക്ക് വരുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് പുഷ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഒരു പേപ്പർ കീറി പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ കാർബൺ പേപ്പർ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുന്നേ 2-3 തവണ യൂസ് ചെയ്തിട്ടുള്ള പേപ്പറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കെച്ച് ആ ഒരു സ്റ്റെയിന് ലൈറ്റായിട്ടാണ് എനിക്ക് ആ ഒരു ക്ലോത്തിൽ വരച്ച് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ പെന്ന് വെച്ചിട്ട് എനിക്ക് വരക്കേണ്ട വന്നിട്ടുണ്ട്. ഞാൻ ഇറ്ററേസബിൾ പെന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഡാർക്കാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഡിസൈന്. എനിക്ക് ലൈറ്റായിട്ടാണ് ആ ഒരു കാർബൺ പേപ്പറിൻ്റെ മാർക്കിങ് കിട്ടിയിട്ടുള്ളത്. അത് വീഡിയോയിൽ അത്ര തെളിഞ്ഞ് കാണാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ അതിൻ്റെ മുകളിലൂടെ ഈ ഒരു പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ക്ലോത്തിലോട്ട് പാറ്റേൺ എളുപ്പം വരച്ചെടുക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത്. കാർബൺ പേപ്പർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ക്ലോത്തിലോട്ട് പാറ്റേൺ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയും വേറെ ഒരുപാട് മെത്തേഡ്സൊക്കെ ഉണ്ട്. അപ്പം വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിന് നമുക്ക് ഹൂപ്പിലോട്ട് ക്ലോത്ത് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഇതാ മേലെ പോർഷനിൽ ഞാൻ ഇതുപോലൊരു വേസ്റ്റ് മെറ്റീരിയൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഹൂപ്പിലോട്ട് ക്ലോത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഹാഫ് പോർഷൻ മാത്രം ആകുമ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വർക്ക് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് വർക്ക് ചെയ്തതിന് ശേഷം അയച്ചു മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇതാ ഹൂപ്പിലോട്ട് ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം എല്ലാ വശത്തുകൂടെയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഇതുപോലെ അടിഭാഗത്തു നിന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് ഒന്ന് വലിച്ചെടുക്കുക. നല്ല ടൈറ്റായിട്ട് ക്ലോത്ത് അവിടെ ഫിക്സായി നിൽക്കണം കേട്ടോ. എന്നാലേ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്ന രീതിക്ക് അത്രയും ടൈറ്റായിട്ട് കിടക്കണം ക്ലോത്ത്. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അത് കാര്യമാക്കണ്ട കേട്ടോ. നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ വർക്ക് ചെയ്ത് പോയാൽ മതി. നമ്മളിത് ഹൂപ്പിൽ നിന്ന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ രീതിക്ക് തന്നെ കിട്ടും. അപ്പോൾ അത് കാര്യമാക്കണ്ട. നമ്മൾ ടൈറ്റായിട്ട് ക്ലോത്ത് വലിക്കുന്ന സമയത്ത് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് ഡിസൈൻ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പോയാൽ മതി.
ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാനിതാ ഹൂപ്പ് സ്റ്റാൻഡിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് പറയുമോ ഇവിടുന്ന് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും ഇത് വാങ്ങിച്ചിട്ടുള്ള ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സ്റ്റാൻഡിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഈ ഒരു ഡിസൈനിലുള്ള ലീഫാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നീഡിൽ നമ്പർ 9 ആണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നോർമൽ മെഷീൻ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 3 കട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കുക. അത് ലീഫിൻ്റെ ഒരു വശത്തു നിന്ന് മറ്റേ വശത്തായിട്ട് ക്രോസ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കട്ട് ബീഡ്സ് വെച്ചിട്ട് 3 ലെയറായിട്ടാണ് ഓരോ ലീഫും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് 3 ലെയറാക്കിയിട്ട് മാറ്റാണ് ചെയ്തത്. 3 ലെയർ ആകുമ്പോഴാണ് അത് കുറച്ചുകൂടെ ഭംഗി വരുന്നത് ആ ഒരു ലീഫിന്. അപ്പോൾ 3 ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 കട്ട് ബീഡ് വെച്ചിട്ട് ഓരോ ലെയർ വീതം ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ കാണുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. നമ്മൾ 3 കട്ട് ബീഡ് വീതം എടുത്തിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റെപ്പായിട്ടാണ് ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ അതേപോലെ കിട്ടുന്ന രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുമ്പോഴേ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇടരുത്, എന്നാൽ അധികം അടുത്ത് വരാത്ത രീതിക്ക് ഇതുപോലെ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലീഫിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലീഫ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് കാണുന്ന കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് ഉണ്ടല്ലോ, അത് ഫില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ചെറിയ ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4mm സൈസിൽ വരുന്ന വൈറ്റ് ബീഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു റൗണ്ട് ഫില്ല് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും എടുത്തിട്ടുള്ള ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന രീതിക്ക് വേണം ബീഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ വൈറ്റ് കളറിൽ തീമിലാണ് ബീഡ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓഫ് വൈറ്റും ഗോൾഡനും മിക്സായിട്ട് വരുന്ന ഒരു തരം ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനോട് മാച്ച് ആകുന്ന രീതിക്കാണ് ബീഡ്സും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് ബീഡ്സും കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് ബീഡിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിക്ക് അതിൻ്റെ ചുറ്റിലായിട്ട് ജർദോസി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ജർദോസി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു വൈറ്റ് ബീഡിൻ്റെ ചുറ്റിലും ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് ജർദോസി കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മളൊന്ന് ആ ഒരു വൈറ്റ് ബീഡിന് ചുറ്റുമായിട്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അളവെടുക്കുക. നമുക്ക് ഏകദേശം ഒരു അളവ് മനസ്സിലാവുമല്ലോ, അതിനനുസരിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ജർദോസി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരറ്റത്ത് വെച്ചിട്ട് ഇതുപോലെ നീഡിലോട്ട് ജർദോസി കോർത്ത് കൊടുക്കുക. അതിനുശേഷം അതിന് റൗണ്ടായിട്ട് ആ ഒരു ബീഡിന് റൗണ്ട് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം മറ്റേ വശത്തും ഇതുപോലെ ഒന്ന് ത്രെഡ് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളാണ്, വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ ഒരു വൈറ്റ് ബീഡ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നും. അതിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇടയിലായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കേവ് വരുന്ന രീതിക്കാണ് ഡിസൈൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ജർദോസി കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരളവിൽ ജർദോസി കട്ട് ചെയ്തെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ള എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ ശ്രദ്ധിച്ചിട്ട് കാണുക. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ കേവായിട്ട് വരുന്ന രീതിക്കാണ് ഡിസൈൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ജർദോസി കട്ട് ചെയ്തെടുക്കുക. ആ ഒരു രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഒരിക്കൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പം 2 വശത്തുമായിട്ട് ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് ഇവിടെ ഫിക്സായിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഇളകിപ്പോരും. അപ്പോൾ 2 വശത്തുമായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ആ ഒരു പ്രോസസ്സും കൂടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻട്രലായിട്ട് വരുന്ന ആ ഒരു വലിയ റൗണ്ട് ഉണ്ടല്ലോ, അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതും ഈസിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം.
അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ സീക്വൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്ലവർ വരുന്ന രീതിക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ സ്റ്റോൺസ് കയ്യിലുള്ളവരാണെങ്കിൽ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെയും ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ, ഒരു ഫ്ലവറായിട്ട് വരുന്ന രീതിക്ക്. ഞാൻ എന്തായാലും ഇവിടെ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഹാഫ് സൈസിൽ വരുന്ന ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഹാഫ് ബീഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ സൈസ് ഹാഫ് ബീഡാണ്, 8 mm സൈസിൽ വരുന്ന ഹാഫ് ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് സെൻട്രലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് ചുറ്റുമായിട്ട് റെഡ് കളറിൽ വരുന്ന റൗണ്ട് ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3 mm സൈസിൽ വരുന്ന റൗണ്ട് ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ആ ഒരു ഹാഫ് ബീഡിനെ കവർ ചെയ്യുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 or 11 ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു ഹാഫ് ബീഡിനെ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു 10 ബീഡ്സ് കോർത്തെടുത്തതിന് ശേഷം അറ്റത്ത് വരുന്ന ആ ഒരു റെഡ് ബീഡിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനിടയിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 തവണയെങ്കിലും ഇതുപോലെ എല്ലാ വശത്തും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആ ഒരു ഫ്ലവറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലവറും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു നെക്ക് പോർഷൻ ആ ഒരു കളർ കോമ്പോട് മാച്ച് ചെയ്യുന്ന രീതിക്ക് തന്നെ ആ ഒരു റെഡ് ഫ്ലവറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ, അഭിപ്രായം എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ക്ലോത്തിനോട് മാച്ചാകുന്ന രീതിക്ക് വേണം നമ്മൾ ബീഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു പാറ്റേൺ എടുത്താലും ഏതൊരു ഡിസൈൻ വരച്ചെടുത്തു കഴിഞ്ഞാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരേ ടൈപ്പിലുള്ള ബീഡ്സ് തന്നെ യൂസ് ചെയ്യാതെ ഡിഫറെൻറ്റ് സൈസിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേണിലുമുള്ള ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ആ ഒരു വർക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും ആ ഒരു ക്ലോത്തിൽ. നമ്മൾ ഒരേ സൈസ് ഒരേ ടൈപ്പിലുള്ള ബീഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് വർക്കും ചെയ്ത് കഴിഞ്ഞാൽ അതത്ര ഭംഗിയായിട്ട് കാണില്ല. ഭംഗി ഉണ്ടാവും, എന്നാലും ഒന്നുകൂടെ അതൊരു ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീഡ്സും സീക്വൻസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ആ ഒരു ഫ്ലവറും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടെ ബാക്കിയുള്ളൂ. ഇതിനിടയിലായിട്ട് വരുന്ന ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ സെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ആരി നീഡിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ പണി തീരാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് നോർമൽ നീഡിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നോർമൽ നീഡിൽ ചെയ്തെടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ആരി നീഡിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നോർമൽ നീഡിൽ വെച്ചിട്ട് ആ ഒരു സ്റ്റെമ്മും കൂടെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ അത് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ബീഡ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു പോർഷൻ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഇത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വർക്ക്സൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉറപ്പായിട്ട് ഇനി അങ്ങോട്ടും വേണം. ലൈക്കും കമൻസും ഒക്കെ ഇടാൻ വേണ്ടി മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.